ഹലോ, ഇന്നെനിക്ക് വീണ്ടും ഒരു ഓഫാണ്. നീണ്ട 3 ദിവസത്തെ ഡ്യൂട്ടിക്ക് ശേഷമാണ് ഇന്നൊരു ഓഫ് കിട്ടുന്നത്. എനിക്ക് ഓഫാണെങ്കിലും അജുവിന് ഇന്ന് ഡ്യൂട്ടിയാണ്. ഞങ്ങൾക്ക് പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയതിന് ശേഷം ഒരുമിച്ച് ഓഫ് കിട്ടിയതേ ഇല്ല. എനിക്ക് ഓഫുള്ളപ്പം അജുവിന് ഡ്യൂട്ടി ആയിരിക്കും, അജുവിന് ഓഫുള്ളപ്പം എനിക്ക് ഡ്യൂട്ടി ആയിരിക്കും. ഇന്ന് മോർണിംഗ് ഷോപ്പിങ്ങിന് പോയ ടൈമിൽ ഞാനൊരു പഫ് പാസ്ട്രി ഷീറ്റ് മേടിച്ചായിരുന്നു. മുൻപൊരിക്കൽ പഫ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ചീറ്റിപ്പോയതാണ്. ഇതെൻ്റെ 2ാമത്തെ അറ്റംപ്റ്റാണ്. ഞാൻ ഒണിയൻ അരിയുന്നത് കണ്ടാലേ മനസ്സിലാകും കിച്ചണിൽ കാര്യമായിട്ട് കയറാറില്ലെന്ന്. സത്യമാണ് കേട്ടോ, ഞാൻ ശരിക്കും പറഞ്ഞാൽ കുക്കിങ്ങിൽ അങ്ങനെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളല്ല. എപ്പോഴും അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കലാണ് ശീലം. ഒന്നുകിൽ എൻ്റെ അമ്മ, അതല്ലെങ്കിൽ അജുവിൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ ഒണിയൻ കട്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു. പിന്നെ കുറച്ചധികം ഒണിയൻ വേണമല്ലോ. ഈ വാടി വരുന്ന ടൈമിൽ ഒരു 4-5 പഫ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഒണിയൻ വേണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 3 ഒണിയനാണ് എടുത്തത്. ഞാൻ ഈ കുക്ക് ചെയ്യുന്നത് വിവരറിയാതെ ഡൈനിങ് ഹാളിൽ നിന്ന് കളിക്കുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവനും അവൻ്റെ അച്ഛമ്മയും അവൻ്റെ ഫ്രണ്ടും കൂടി ഇട്ടിരുന്ന് കളിക്കുകയാണ്. ഞാൻ കട്ട് ചെയ്ത ഒണിയൻ എല്ലാവരും കട്ട് ചെയ്യുന്ന പോലെ സിമിലർ സൈസിലൊന്നുമല്ല കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും കട്ട് ചെയ്യാൻ അറിയില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഒണിയനും 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് അവിടെ വെച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചവിടെ വെച്ചിട്ടുണ്ട്. ഒണിയൻ സ്ലൈസ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, 3 എഗ്ഗ് എടുത്തിട്ട് ബോയിലാകാൻ വെച്ചിട്ടുണ്ട്. 3 എഗ്ഗ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി എഗ്ഗ് ബോയിൽ ചെയ്ത് ഒരെണ്ണം കഴിക്കാറുണ്ട്. ഇന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിൽ ഒരെണ്ണം അവനും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ വെച്ചത്. ഇതാണ് ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞ പഫ് പാസ്ട്രി ഷീറ്റ്. തണുപ്പ് പോകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എടുത്ത് പുറത്തേക്ക് വെച്ചതാണ്. ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച ഒണിയൻ എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ഞാൻ എല്ലാത്തിനും പൊതുവേ കോക്കനട്ട് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യാറ്. എനിക്കതാണ് ഇഷ്ടം. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ച ഒണിയൻ കൂടെ ചേർക്കാം. ഒണിയൻ മാത്രം കേട്ടോ, ഞാൻ ഒണിയൻ്റെ കൂടെ ആ ഗ്രീൻ ചില്ലി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒണിയനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നന്നായി വാടി വരണം. ഇപ്പോഴാണ് ശരിക്കും ഞാൻ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നത്. എൻ്റെ ഒണിയൻ പല സൈസിലായതുകൊണ്ട് തന്നെ വേവാൻ ശരിക്കും നന്നായി ടൈം എടുത്തിട്ടുണ്ട്. കുറച്ച് വാടിയപ്പോൾ ഞാനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്തേക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ്. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ ചേർത്തിട്ടു. ഇത് ചേർത്ത് നന്നായി വഴറ്റിയെടുത്തു. ഇനി നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗ് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ 2 എഗ്ഗാണ് എടുത്തത്. 2 എഗ്ഗ് കട്ട് ചെയ്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാസ്ട്രി ഷീറ്റിലേക്ക് എഗ്ഗ് വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഈ മേലെ ആക്കിക്കൊണ്ടിരിക്കുന്നത് എഗ്ഗ് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ നന്നായി റാപ്പ് ചെയ്തെടുത്തതിന് ശേഷം പുറത്ത് എഗ്ഗ് ജസ്റ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ബ്രഷൊക്കെ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് റെഡി ആയതിനു ശേഷം നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെക്കാം. ഞാനിവിടെ എയർ ഫ്രയറിൽ 200 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഓവർ 15 മിനിറ്റ്സാണ് ഞാൻ ഇത് കുക്ക് ചെയ്തെടുത്തത്. ശരിക്കും 15 മിനിറ്റ്സിൽ നന്നായിട്ടാവും കേട്ടോ. ഞാൻ 20 മിനിറ്റ്സ് വെച്ചിട്ട് 15 മിനിറ്റ്സ് ആയപ്പോൾ ഓപ്പൺ ആയിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഈ സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലൊക്കെ പഫ്സിന് നല്ലൊരു റോൾ ഉണ്ട് കേട്ടോ. അന്നൊക്കെ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് ലൈമും പഫ്സും. ആകെ ഒരു പ്രശ്നം പഫ്സിൻ്റെ പൊടി മുഖത്തെല്ലാം ആവുന്നുള്ളതാണ്. അങ്ങനെ ഇത്തവണത്തെ എൻ്റെ പഫ്സ് നല്ല സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. ഞാനും അമ്മയും കഴിച്ചു, അജും ഉള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.